ലൈംഗികാരോപണങ്ങളിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നവർ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ട്, കുറേയുണ്ട്. എന്നാൽ ആരും തന്നെ MLA സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ട്. 1964 ഫെബ്രുവരി 20 ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോ രാജിവെച്ചു. PT ചാക്കോയുടെ കാർ തൃശൂരിൽ ഒരു ഉന്തുവണ്ടിയിലിടിച്ചപ്പോൾ കാറോടിച്ചിരുന്ന ചാക്കോയ്ക്കൊപ്പം കറുത്ത കണ്ണട വെച്ച സ്ത്രീയുണ്ടായിരുന്നെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു രാജി. IASകാരിയായ നളിനി നെറ്റോയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണമുയർന്നപ്പോഴാണ് ഗതാഗത മന്ത്രി നീലലോഹിതദാസൻ നാടാർക്ക് EK നായനാർ മന്ത്രിസഭയിൽ നിന്ന് 2000 രാജിവെക്കേണ്ടി വന്നത്. കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ ലൈംഗിക പീഡന ആരോപണമുയർന്നതിനെ തുടർന്നാണ് 2004 വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത്. 2006 വിമാനയാത്രയ്ക്കിടെ യാത്രക്കാരിയെ കയറിപ്പിടിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി PJ ജോസഫ് പുറത്തായി. 2013 വനം മന്ത്രി KB ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നു. ഗാർഹിക പീഡനം ഉൾപ്പെടെ ആരോപിച്ച് KB ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രേഖാമൂലം പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു രാജി. ഒന്നാം പിണറായി സർക്കാരിലെ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ 2017 അശ്ലീല സംഭാഷണത്തിന്റെ പേരിൽ രാജിവെച്ചു. ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ DYFI പ്രവർത്തക പീഡന പരാതി നൽകിയെങ്കിലും തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നതെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ വിലയിരുത്തിയതിനാൽ കേസ് മുന്നോട്ടുപോയില്ല. സോളാർ വിവാദകാലത്ത് അതിജീവിത അന്നത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും MLAമാർക്കുമെതിരെ ആരോപണമുന്നയിച്ചെങ്കിലും ആരും രാജിവെച്ചില്ല. കോവളം MLA M വിൻസെന്റ് 2016 പീഡനക്കേസിൽ ജയിലിൽ കിടന്നെങ്കിലും രാജിവെച്ചില്ല. 2022 പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയും പീഡനക്കേസിൽ പ്രതിയായെങ്കിലും MLA സ്ഥാനത്ത് തുടരുന്നു. രാജിക്കാര്യത്തിൽ MLA M മുകേഷും മുൻ മാതൃകകൾ പിന്തുടരാനാണ് സാധ്യത. റിസർച്ച് ഡെസ്ക് 24.